പല ആവശ്യങ്ങളും നിരത്തി വെച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണ്. നമ്മുടെ ഈ പ്രാർത്ഥനയിലെ ലിസ്റ്റ് ഒന്ന് പരിശോധിച്ചാൽ അത്യാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണോ, ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണോ, അതോ ആഡംബരത്തിന് വേണ്ടിയിട്ടാണോ നമ്മൾ ഈ ആവശ്യങ്ങളൊക്കെ ദൈവത്തോട് ഉന്നയിക്കുന്നതെന്ന് ഒന്ന് സ്വയം ശോധന ചെയ്യുന്നത് നല്ലതാണ്. നമ്മുടെയൊക്കെ വീടുകളിൽ കുട്ടികളുടെ കളിപ്പാട്ടങ്ങൾ ഉൾപ്പെടെ, മുതിർന്നവരുടെ ഉപയോഗ വസ്തുക്കൾ ഉൾപ്പെടെ നമുക്ക് ഉപയോഗിക്കേണ്ടാത്ത അല്ലെങ്കിൽ നമുക്ക് ഉപയോഗശൂന്യമായിരിക്കുന്ന അനേക സാധനങ്ങൾ നമ്മൾ സൂക്ഷിക്കുന്നുണ്ട്. ഇതിൽ പലതും ഒരു കാലത്ത് വളരെ അത്യാവശ്യത്തിന് വേണ്ടിയിട്ട് വാങ്ങിയതാണ്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഒരു അത്യാവശ്യങ്ങളും നമ്മുടെ ആയുസ് മുഴുവനും അത് അത്യാവശ്യമായിട്ട് തന്നെ നിലനിൽക്കുന്നതല്ല. തിരുവചനത്തിൽ ചിലയിടങ്ങളിലെങ്കിലും ദൈവം ആവശ്യക്കാരോട് സംസാരിച്ചതിന് ശേഷം നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്ന് ചോദിച്ചതിന് ശേഷമാണ് അവർക്ക് കൊടുത്തിട്ടുള്ളത്. മുഖവുര ദീർഘിപ്പിക്കുന്നില്ല. ഇന്നും നമുക്ക് യേശുവിനോടുകൂടെ യാത്ര തുടരാം. ചില നിമിഷങ്ങളിലെ തുടർധ്യാനത്തിനായി രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 4-ാം അധ്യായം 2-ാം വാക്യം വായിക്കട്ടെ. എലീശ അവളോട്, ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്യണം പറക, വീട്ടിൽ നിനക്ക് എന്തുള്ളൂ എന്ന് ചോദിച്ചു. ഒരു ഭരണി എണ്ണയല്ലാതെ അടിയന്റെ വീട്ടിൽ മറ്റൊന്നുമില്ല എന്ന് അവൾ പറഞ്ഞു. പ്രവാചകന്റെ അടുക്കൽ കരഞ്ഞുകൊണ്ട് ഓടിയെത്തിയ തൻ്റെ ശിഷ്യന്മാരുടെ ഭാര്യമാരിൽ ഒരുത്തിയോടാണ് പ്രവാചകൻ ഇങ്ങനെ ചോദിക്കുന്നത്. ഈ വന്ന സ്ത്രീയെ പ്രവാചകനായ എലീശയ്ക്ക് നല്ലോണം അറിയാം, അവരുടെ അവസ്ഥകളും അറിയാം എന്നു തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ദൈവീയ ദർശനവും ജ്ഞാനവുമുള്ള പ്രവാചകൻ എന്തുകൊണ്ടാണ് ചോദിച്ചത്, ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്യണം എന്ന്? ഇതിനിടയിൽ ഒരു ചെറിയ കഥ ഞാൻ നിങ്ങളെ ഓർപ്പിക്കാം. കഥയെന്ന് പറഞ്ഞാൽ വെറും ഒരു കെട്ടുകഥയാണ്. ഒരു സ്ഥലത്ത് മറ്റുള്ളവരെ നല്ലോണം സഹായിക്കുന്ന, ദാനം ചെയ്യുന്ന കോടീശ്വരനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. ഒരു ദിവസം അദ്ദേഹം യാത്ര ചെയ്യവേ കാളവണ്ടിയിൽ യാത്ര ചെയ്യുന്ന ഒരു കർഷകനെ കണ്ടു. അയാളോട് സഹതാപം തോന്നിയിട്ട് ഈ കോടീശ്വരൻ അയാൾക്ക് ഒരു ചെറിയ വിമാനം സമ്മാനമായി നൽകി. വിമാനത്തെക്കുറിച്ച് യാതൊരു അറിവുമില്ലാത്തയാളും വിമാനയാത്രയുടെ യാതൊരു ആവശ്യമില്ലാത്തയാളുമായിരുന്നു ഈ കർഷകൻ. ഏതായാലും കിട്ടിയ വിമാനം വെറുതെ കളയാൻ അദ്ദേഹം തയ്യാറായില്ല. 2 കാളകളെ ഈ വിമാനം കെട്ടിവലിപ്പിച്ചു. അത് തൻ്റെ യാത്രാവാഹനമാക്കി. കുറച്ചുകാലം കഴിഞ്ഞപ്പോഴാണ് വിമാനത്തിന് ഒരു ഇന്ധന ടാങ്ക് ഉണ്ടെന്ന് അദ്ദേഹത്തിന് മനസ്സിലായത്. ഉടൻ തന്നെ അദ്ദേഹം എന്ത് ചെയ്തെന്നോ, നിരത്തിലൂടി അത് കാറായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി. പിന്നെയും കാലക്കുറെ കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിന് ഇതിൻ്റെ ചിറകുകൾ ശ്രദ്ധയിൽപ്പെട്ടത്. അങ്ങനെ ആ വിമാനം ആകാശത്തിലൂടെ പറക്കാൻ ആരംഭിച്ചു. കോടീശ്വരനാണ്, ദയാലുവാണ്, മറ്റുള്ളവരെ സഹായിക്കുന്നയാളാണ്. എങ്കിലും ഈ മനുഷ്യൻ കൊടുക്കേണ്ടിയിരുന്നത് ഒരു വിമാനമായിരുന്നില്ല. അയാൾക്ക് അത്യാവശ്യമുള്ള എന്തെങ്കിലും തിരിച്ചറിഞ്ഞിട്ട് വേണമായിരുന്നു ദാനമായി പോലും കൊടുക്കേണ്ടത്. ആവശ്യം അറിയാതെയുള്ള ഉപഹാരങ്ങളുണ്ടല്ലോ, സമ്മാനങ്ങൾ, ഈ കർഷകൻ കൊടുത്ത ചെറു വിമാനം പോലെ മാത്രമേ ഉള്ളൂ. നമ്മൾ വായിച്ച വാക്യത്തിൽ പ്രവാചകൻ തൻ്റെ അടുക്കൽ സഹായത്തിന് വന്ന ആ സാധുവായ സ്ത്രീയോട് ചോദിക്കുന്നു, ഞാൻ നിനക്ക് എന്തു ചെയ്തു തരണം? ഞാൻ ഒന്നുകൂടി പറയട്ടെ, അവരെ നല്ലോണം അറിയാം, അവരുടെ ആവശ്യങ്ങളറിയാം, അവരുടെ അവസ്ഥകളറിയാം. എങ്കിലും അവർ പറയുന്നത് ഏത് ആവശ്യമാണ് എന്ന് പ്രവാചകൻ തിരിച്ചറിയാൻ വേണ്ടി, അല്ലെങ്കിൽ ഇവർ പറയുന്നത് സത്യസന്ധമായി തന്നെയാണ് എന്ന് ബോധ്യപ്പെടാൻ വേണ്ടിയാണ് ഒന്നുകൂടി പ്രവാചകൻ ചോദിക്കുന്നത്. അവർ കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു. പ്രവാചകൻ അവർക്ക് കൃത്യമായി മറുപടി കൊടുക്കുക മാത്രമല്ല, അവരുടെ ആവശ്യങ്ങളെ സന്ധിക്കുന്ന മറുപടിയായിരുന്നു പ്രവാചകൻ കൊടുത്തത്. മറ്റൊരാൾ സഞ്ചരിക്കുന്ന വാഹനത്തിൻ്റെ വലിപ്പമോ, അവർ പാർക്കുന്ന കുടുംബത്തിൻ്റെ ഭവനത്തിൻ്റെ വലിപ്പമോ, ആഡംബരമോ ഒന്നും നമ്മൾ നോക്കണ്ട. നമുക്ക് ആവശ്യമുള്ളത് ദൈവം അറിയുന്നു. അത് നമ്മൾ ചോദിക്കാൻ ശ്രമിക്കുക. അതുകൊണ്ടത്രേ കർത്താവ് ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ അന്നുള്ള ആഹാരത്തിനോട് പ്രാർത്ഥിക്കുന്ന ആ ഒരു ഭാഗം പ്രത്യേകമായിട്ട് അവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഒന്നുകൂടി ഞാൻ പറയട്ടെ, നമ്മുടെ ആവശ്യങ്ങളെ ഒരിക്കലും ദൈവം നിഷേധിക്കുകയില്ല. നമ്മുടെ അത്യാവശ്യങ്ങളെ ഒരിക്കലും ദൈവം കണ്ടില്ലെന്ന് നടിക്കുകയില്ല. ഈ സന്ദേശം ശ്രവിക്കുന്ന നിങ്ങളോടായിട്ട് എനിക്ക് ഓർമ്മിപ്പിക്കുവാനുള്ളത്, നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമായിരിക്കുന്ന വിഷയങ്ങൾ ഇന്ന് തന്നെ പ്രാർത്ഥിച്ചു തുടങ്ങുക. അത് കേന്ദ്രീകരിച്ച്, അത് മാത്രം ശ്രദ്ധിച്ച് പ്രാർത്ഥിച്ചു തുടങ്ങുക. തീർച്ചയായിട്ടും നിങ്ങളുടെ അത്യാവശ്യങ്ങൾ ദൈവം കണ്ടില്ലെന്ന് നടിക്കുകയില്ല. അത് നിങ്ങൾക്ക് നൽകുക തന്നെ ചെയ്യും. സ്വർഗീയ പിതാവേ, എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ
ഞങ്ങളുടെ അത്യാവശ്യങ്ങൾ പ്രാർത്ഥിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ.